So, okay, everyone. So we can start. അപ്പം ആഹ് ഇന്ന് നമുക്ക് ഓർഗാനിക് സ്റ്റീരിയോ കെമിസ്ട്രി ആണ്. ജസ്റ്റ് നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസും അതിൽ വരുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളും അതെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ആഹ് അപ്പം ഓർഗാനിക്കിൽ തന്നെ എല്ലാ ഭാഗം മീൻസ് എല്ലാ ഏരിയകളിലും എന്താ പറയാ ഈ ഒരു സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്നതാണ്. അത് നിങ്ങൾ എം എസ് സി കഴിയുന്ന ഇല്ലെങ്കിൽ എം എസ് സി പഠിക്കുന്ന ആൾക്കാർക്ക് ഏകദേശം അറിയാൻ പറ്റും. കാരണം ഓർഗാനിക് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഈ സ്റ്റീരിയോ കെമിസ്ട്രി പൊതുവെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് വരുന്ന സമയത്തും സ്റ്റീരിയോ കെമിസ്ട്രി മാത്രമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്ലസ് സ്റ്റീരിയോ കെമിസ്ട്രിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത് വരാറുണ്ട്. അത് പറഞ്ഞ് സ്റ്റീരിയോ കെമിസ്ട്രി വേറെ ഒരു പാർട്ടും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൂടുതൽ ചോദിക്കുന്നത് മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓർഗാനിക്കിന് വരുന്നത്. പിന്നെ ഒരു ഒരു മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ഏരിയ നിങ്ങൾ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പം നമുക്കിത് ആക്ച്വലി സ്റ്റീരിയോ കെമിസ്ട്രി ഓർഗാനിക് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ശരിക്കും പഠിച്ചു തുടങ്ങേണ്ട ഒരു സാധനമാണ്. ലൈക്ക് ഇനിയിപ്പോ റിയാക്ഷൻ മെക്കാനിസം, അതുപോലെ തന്നെ പെരിസൈക്ലിക്, സിമിലർലി അരോമാറ്റിസിറ്റി, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ പഠിക്കുന്നതിനനുസരിച്ചിട്ട് ഈ സ്റ്റീരിയോ കെമിസ്ട്രി എല്ലാ ഭാഗങ്ങളിലും വരാറുണ്ട്. അപ്പൊ ജസ്റ്റ് സ്റ്റീരിയോ കെമിസ്ട്രി അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, സോ സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഓഡിയോയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ആക്ച്വലി ഇതിപ്പം ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ആഹ് ഞാൻ ഓർഗാനിക് ക്ലാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് ഡിസ്കഷൻ തന്നെയാണ്. കാരണം ഓർഗാനിക്കിന് ഞാൻ ഉദ്ദേശിക്കുന്ന ആൻസർ മാത്രമേ പാടുള്ളൂ എന്ന് എനിക്ക് എപ്പോഴും അല്ലെങ്കിൽ എനിക്കത് നിർബന്ധം പിടിക്കാൻ പറ്റൂല. കാരണം ഓർഗാനിക് എന്ന് പറയുന്നത് കുറെ പോസിബിലിറ്റീസിന്റെയും പ്രോബബിലിറ്റീസിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് വരിക. അപ്പം ഞാൻ പഠിപ്പിച്ചു തരുന്ന ആ ഒരു സാധനം മാത്രമേ ആൻസർ ആയിട്ട് വരുള്ളൂ എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കാരണം സ്റ്റീരിയോ കെമിസ്ട്രി ഒക്കെ സീരിയസ്ലി നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് അതിന്റെ ബേസ് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മൾ പഠിപ്പിച്ചൊരു മെത്തേഡ് മീൻസ് നമ്മൾ പഠിപ്പിച്ചൊരു സാധനമായിരിക്കും. പക്ഷെ അവരവിടെ ഇട്ട് തരുന്ന ചെറിയൊരു വേരിയേഷൻ കാരണം അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് തന്നെ റിവേഴ്സ് ആയിട്ട് പോവാറുണ്ട്. അപ്പം ശരിക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു കോമൺ സെൻസും നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു നോളേജും ആക്ച്വലി ഓർഗാനിക്കിന് നല്ല രീതിക്ക് യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പം ഓർഗാനിക് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഡിസ്കഷൻ പോലെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു ഏരിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം, ജസ്റ്റ് ചോദിക്കുക, ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് തരുന്ന സമയത്ത് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പോയാലേ നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കൊണ്ടൊരു ഗുണം ഉണ്ടാവുള്ളൂ. ഇല്ല ലൈക്ക് ഞാനൊരു മോണോലോഗ് പോലെ ക്ലാസ്സിന് പോവാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിനെ കൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല. കാരണം ഓർഗാനിക്കിന് എസ്പെഷ്യലി, കാരണം ഓർഗാനിക് എന്ന് പറയുന്നത് കുറെ പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അപ്പം ജസ്റ്റ് നിങ്ങൾ അത് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര എന്താ പറയാ കൺസോൾഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ ക്രിസ്പ് ആയിട്ടുള്ളൊരു നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. വിത്ത് പ്രോബ്ലംസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇതിന്റെ തിയറീസ് പാരലി ഏതെങ്കിലും റെഫറൻസ് ടെക്സ്റ്റുകളിൽ ഇരുന്നിട്ട് പാരലി ഒന്ന് വായിച്ച് അതിലുള്ള എക്സെപ്ഷനുകളോ വല്ലതും നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ അത് നിങ്ങളുടെ CSIR എക്സാമിന് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്നത് തന്നെ ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം സ്റ്റീരിയോ എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡീസ് ആണ് നമ്മൾ ഈ സ്റ്റീരിയോ കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾ സ്റ്റീരിയോ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ലൈക്ക് വീട്ടില്
നമ്മളുടെ ഹോം തിയേറ്ററിലൊക്കെ സ്റ്റീരിയോ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ഈ സ്റ്റീരിയോ എന്ന് പറയുന്നത് തന്നെ ത്രീ ഡയമെൻഷൻ, നമുക്ക് ചുറ്റും അതിന്റെ സൗണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റും. എന്താ പറയാ, ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ള സ്പേസിൽ ആ സൗണ്ട് എങ്ങനെയാണ് വരിക എന്നുള്ളതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മോഡാണ് ഈ സ്റ്റീരിയോ മോഡ് എന്ന് പറയുന്നത്. സിമിലർ തിങ്, നമ്മൾ മോളിക്യൂൾസിന്റെ കേസ് എടുക്കുന്ന സമയത്ത് സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്നത് ആ മോളിക്യൂളിൽ നിങ്ങൾ ഒരു സ്പേസിൽ കൊണ്ട് നിർത്തുന്ന സമയത്ത്, ഒരു ത്രീ ഡയമെൻഷൻ സ്പേസിൽ നിർത്തുന്ന സമയത്ത് അതിലുള്ള മോളിക്യൂളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓരോ ഗ്രൂപ്പുകളാണെങ്കിലും ഇല്ലെങ്കിൽ ആറ്റങ്ങളാണെങ്കിലും അവരെങ്ങനെയാണ് ആ ത്രീ ഡയമെൻഷൻ സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ മെയിൻലി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ വേറെ നമ്മൾ ഈ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ ഞാൻ ജനറൽ ആയിട്ട് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ രീതിയിൽ മനുഷ്യന്മാര് അല്ലെങ്കിൽ മനുഷ്യൻ ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ബസ് കയറാനായിട്ട് എന്ന് പറഞ്ഞാൽ, ഒബ്വിയസ്ലി കുറെ ബസ്സുകൾ വരുന്നുണ്ടാവും. അപ്പൊ ഈ കുറെ ബസ്സുകൾ വരുന്നുണ്ടെങ്കിലും ആ ബസ്സുകളിലെ തിരക്കിനനുസരിച്ചിട്ടായിരിക്കും ലൈക്ക് ആള് ചൂസ് ചെയ്യുക ഏത് ബസ്സിൽ കയറണം എന്നുള്ളത്. ഇപ്പം പല ആൾക്കാരും ബൈക്ക് ചൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് ആ തിരക്ക് ഒഴിവാക്കുക എന്നുള്ളത് കൊണ്ടും പിന്നെ കുറച്ചുകൂടെ പേഴ്സണൽ ആയിട്ട് പോവാന്നുള്ള ഒരു സെറ്റപ്പിലാണ്. ഈ സെയിം തിങ് നമ്മുടെ മോളിക്യൂൾസിലും നടക്കാറുണ്ട്. കാരണം മോളിക്യൂൾസിൽ ഏത് ഭാഗത്താണോ തിരക്ക് കൂടുതൽ അതിനനുസരിച്ച് മറ്റേ ആൾക്കാർ എന്ത് ചെയ്യും പറഞ്ഞാൽ തിരിഞ്ഞു മാറി നിൽക്കും. കാരണം തിരക്കുള്ള ഭാഗത്ത് നിന്നും തിരിഞ്ഞു മാറി നിൽക്കും. അപ്പം അതേപോലെ തന്നെ ഇപ്പം എന്താ പറയാ, കുറച്ചുകൂടെ ഭയങ്കര ഇന്ററാക്ഷൻ ഉള്ള ആൾക്കാർ ഇല്ലെങ്കിൽ പരസ്പരം നല്ല ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഒരുമിച്ച് നിൽക്കും. ഇനി അവര് ഇറങ്ങി പോവാണെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഇറങ്ങി പോവും. അങ്ങനെയാണ് ഈ മൊത്തത്തിൽ ഒരു ഓർഗാനിക് കെമിസ്ട്രി തന്നെ നിൽക്കുന്നത്. അപ്പം നമ്മൾ പൊതുവെ എന്തൊക്കെ പോസിബിലിറ്റീസ് നമുക്ക് അവിടെ വെച്ചു കൊടുക്കാൻ പറ്റുമോ അതിനനുസരിച്ചുള്ള പോസിബിലിറ്റീസ് വെച്ചിട്ട് വേണം നമ്മൾ ഈ സ്റ്റീരിയോ കെമിസ്ട്രിനെ ഫുൾ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കി പോവാം. അപ്പൊ ഈ സ്റ്റീരിയോ കെമിസ്ട്രി നമ്മളുടെ കെമിസ്ട്രിയിൽ ലൈക്ക് നമ്മളുടെ സബ്ജക്റ്റിന് ഈ സ്റ്റീരിയോ കെമിസ്ട്രി നിങ്ങൾ ഒരു മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്, ത്രീ ഡയമെൻഷണൽ അറേഞ്ച്മെന്റിനെ കൊണ്ട് നമുക്ക് എന്താണ് ഗുണം എന്നുള്ളതാണ് എന്താ പറയാ നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. അതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, നിങ്ങൾ കോർഡിനേഷൻ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും. ഈ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിങ്ങളൊരു ഒരു കോംപ്ലക്സിന്റെ പേര് പഠിച്ചിട്ടുണ്ടാവും, സിസ്പ്ലാറ്റിൻ. കേട്ടിട്ടുണ്ടാവും. അത് പറഞ്ഞാല് ഒരു പ്ലാറ്റിനം കോംപ്ലക്സ് ആണ്. അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്നത് സിസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ സിസ് പ്ലാറ്റിനും ഉണ്ട്, ആക്ച്വലി ട്രാൻസ് പ്ലാറ്റിനും ഉണ്ട്. അപ്പൊ അതിൽ ക്യാൻസറിന് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് എന്ന് പറയുന്നത് ആക്ച്വലി സിസ് പ്ലാറ്റിൻ ആണ്. പറയാൻ സിസ്പ്ലാറ്റിനും ട്രാൻസ്പ്ലാറ്റിനും ഉള്ള ആൾക്കാർ സെയിം തന്നെയാണ്, പക്ഷെ അവരുടെ അറേഞ്ച്മെന്റ്സ് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നത്. അപ്പൊ സിസ് പോയി ട്രാൻസ് ആവുമ്പോഴേക്കും ആ ഒരു നമ്മൾ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം, മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം, അത് ആക്ച്വലി ഒരു പോയിസൺ ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ട്. അപ്പം ഒരു മോളിക്യൂളിലുള്ള ലൈക്ക് നമ്മൾ എന്താ പറയാ, ഒരു മോളിക്യൂൾ എടുക്കുമ്പോൾ ആ മോളിക്യൂളിലുള്ള പല ഫങ്ഷണൽ ഗ്രൂപ്പുകളും എങ്ങനെ പല തരത്തിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ഈ പല തരത്തിൽ അറേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ അതിനിപ്പം നമ്മളിപ്പോ ടാബ്ലറ്റ് ആയിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലും അതിനനുസരിച്ചിട്ട് എന്തുണ്ടാവും, റിസപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആ ഒരു ഡ്രഗിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏത് ഡയറക്ഷനിലാണോ നിൽക്കുന്നത് അത് നമ്മളുടെ റിസപ്റ്ററിന്റെ ഡയറക്ഷനിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ മാത്രമേ ആ ഡ്രഗ് അവിടെ ആക്ട് ചെയ്യൂ. അല്ല എന്ന് പറഞ്ഞാൽ അത് റിവേഴ്സ് ആക്ഷൻ ആയിട്ട് തരിക. ക്ലിയർ ആണല്ലോ? നമ്മളിപ്പോ ഇത് കഴിക്കുന്ന ഒരു ഡ്രഗില് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മെഡിസിൻ കഴിക്കുന്ന സമയത്ത് ആ മെഡിസിനിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത് ആ അതിന് എന്താ പറയാ കോൺട്രറി ആയിട്ട് ഇല്ലെങ്കിൽ അതിന് എന്താ പറയാ അതിന് കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റീരിയോ കെമിസ്ട്രിയിലുള്ള റിസപ്റ്റർ ആയിരിക്കണം നമ്മുടെ ബോഡിയിലുള്ളത്. എന്നാൽ മാത്രമേ ആ ഡ്രഗ് ആക്ട് ചെയ്യൂ. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പുകളാണെങ്കിലും ഇല്ലെങ്കിൽ ആറ്റങ്ങളാണെങ്കിലും അതിന്റെ എല്ലാം അറേഞ്ച്മെന്റ്സിന് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് ആക്ച്വലി നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രിയിലായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ? അപ്പം നമ്മൾ ഈ ഡ്രഗ് സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പല പല സ്റ്റെപ്പുകളിലൂടെയാണ് ഈ ഡ്രഗ് നമുക്ക് എന്ത് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് അവസാനത്തെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രഗ് വെറുതെ ചുമ്മാ സിന്തസൈസ് ചെയ്താൽ മാത്രം പോരാ, ആ ഡ്രഗ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റീരിയോ കെമിസ്ട്രിയിൽ തന്നെ നമുക്ക് കിട്ടുകയും വേണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അതിന് പല പല എന്താ പറയാ പല പല മെത്തേഡുകളും ഇല്ലെങ്കിൽ പല പല റിയാക്ഷൻസും നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടി വരും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റീരിയോ കെമിസ്ട്രിക്ക് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ഒരു ബേസിക് ആയിട്ട് വരുന്ന
എന്താ പറയാ, ഒരു ബേസിക് ആയിട്ട് വരുന്ന ഒരു റിയാക്ഷൻ ആണ് എലിമിനേഷൻ റിയാക്ഷൻ. സോ ഞാൻ ജസ്റ്റ് ഒരു എലിമിനേഷനെ കുറിച്ചിട്ട് നമ്മൾ സ്റ്റഡി മീൻസ് എലിമിനേഷൻ വെച്ചിട്ട് നമുക്ക് സ്റ്റീരിയോ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എലിമിനേഷൻ റിയാക്ഷൻ. അപ്പം എന്താണ് എലിമിനേഷൻ റിയാക്ഷൻ? ഒരു മോളിക്യൂളിൽ നിന്ന് ഏതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്ത് പോകുന്ന ഒരു റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐ മീൻ ആ ഗ്രൂപ്പ് ഇറങ്ങി പോകുന്ന ടൈപ്പിലുള്ള റിയാക്ഷനെയാണ് നമ്മൾ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇനി എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഒന്ന് സിൻ എലിമിനേഷനും ഒന്ന് ആന്റി എലിമിനേഷനും. ഓക്കെ, സിൻ എലിമിനേഷനും ആന്റി എലിമിനേഷനും. സിൻ എലിമിനേഷൻ എന്ന് പറഞ്ഞാല് സെയിം സൈഡ് വഴിയുള്ള എലിമിനേഷൻ ആണ്. ആന്റി എലിമിനേഷൻ എന്ന് പറഞ്ഞാല് അത് ഓപ്പോസിറ്റ് സൈഡ് വഴിയുള്ള എലിമിനേഷൻ ആണ്. ക്ലിയർ? അപ്പം ഇതിന്റെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാല് അതിനുള്ളൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ തരാൻ പോകുന്നത്, ഇപ്പം ഒരു മോളിക്യൂൾ ആണ്. NMe3+ PH X. Okay. Similarly, H Ne PH. ഇവരെ ഒരു ബേസുമായിട്ട് ട്രീറ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു സോഡിയം ബേസുമായിട്ട് ട്രീറ്റ് ചെയ്യാണ്. നിങ്ങളപ്പം ഈ എലിമിനേഷൻ റിയാക്ഷനെ കണ്ടിട്ട് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിൽ ജസ്റ്റ് പറയാൻ പോകുന്ന ഒരു മെക്കാനിസം മാത്രമാണ്. അപ്പൊ ഇവിടെ നടക്കുന്നത് ഒരു ആന്റി എലിമിനേഷൻ ആണ്. അപ്പൊ എലിമിനേഷന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു ഭാഗത്ത് പഠിക്കാനുണ്ട്. ഞാനിവിടെ ജസ്റ്റ് അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി പറയാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ ഈ ഒരു കാര്യം എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ആന്റി എലിമിനേഷൻ ആണ്. അപ്പൊ ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്ന ആൾ ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രജനും ഈ NMe3യും ആണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്കിക്കേ, നമ്മളുടെ ഹൈഡ്രജനും NMe3യും എങ്ങനെയാണ് ഒരേ ഒരേ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ഈ ഒരേ സൈഡിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമ്മളൊരു മോളിക്യൂളിനെ 3 ഡയമെൻഷണൽ സ്പേസിൽ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അതിന് 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ആളെ നമുക്ക് പേപ്പറിലേക്ക് വരയ്ക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഉം, അപ്പം നമ്മൾ ആ ഒരു 3 ഡയമെൻഷൻ സ്പേസിലുള്ള ഒരു മോളിക്യൂളിനെ നമ്മൾ 2 ഡയമെൻഷണൽ ആയിട്ടുള്ള പേപ്പറിൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വരയ്ക്കുന്ന ടൈമിലുള്ള കുറച്ച് ഐഡിയാസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ആ ഐഡിയാസിൽ നമ്മൾ ഇവിടെ മീൻസ് ആ ഐഡിയാസിൽ ഒന്നാണ് ഈ ബോണ്ടുകൾ വരയ്ക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഇപ്പൊ PH എന്ന് പറയുന്നതിന്റെ ബോണ്ട് എന്ന് പറയുന്നത് ചുമ്മാ ഒരു ലൈനാണ്. ക്ലിയർ? ഒരു ലൈനാണ്. പക്ഷെ മീഥൈൽ ഗ്രൂപ്പ് ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് ഡാഷ്ഡ് ലൈനാണ്. മനസ്സിലാവുന്നല്ലോ? ഇനി ഹൈഡ്രജൻ ഇവിടെ വരച്ചിരിക്കുന്നത് ഒരു എന്താ പറയാ ഡാർക്ക് ലൈനാണ്. അപ്പൊ ഈ 3 ലൈനും ആക്ച്വലി എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ആണ് നമുക്ക് തരുന്നത്. അപ്പം ഈ ഹൈഡ്രജൻ വരച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് നല്ല തിക്ക് ലൈൻ ആയിട്ടാണ്, ഡാർക്ക് ലൈൻ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഡാർക്ക് ലൈനിൽ വരയ്ക്കുന്ന ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഫേസിങ് ടുവേർഡ്സ് അസ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് നിങ്ങളെ നോക്കി നിൽക്കുകയാണ്. ആ പേപ്പറിൽ നിന്നും അത് പുറത്തോട്ട് വന്നിട്ട് നിങ്ങൾ നോക്കി നിൽക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. സിമിലർലി മീഥൈൽ ഗ്രൂപ്പ് വരുന്ന സമയത്ത് മീഥൈൽ ഗ്രൂപ്പ് എന്താണ്? ഡാഷ്ഡ് ലൈൻ ആണ്. സോ ഡാഷ്ഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എവേ ഫ്രം അസ്, അത് പറഞ്ഞാൽ പേപ്പറിന്റെ
നിങ്ങൾ ആ പേപ്പറിനെ എടുത്ത് നോക്കുകയാണെന്ന് പറഞ്ഞാൽ പേപ്പറിന്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തെ സൈഡിലേക്കാണ് ഈ മീഥൈൽ ഗ്രൂപ്പ് നിൽക്കുന്നത് അർത്ഥം. അപ്പൊ ഇത് എവേ ഫ്രം എസ് ആണ്, എവേ ഫ്രം എസ് ആണ്. ഓക്കെ. ഇനി ഫീനൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഒറ്റ ലൈൻ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ലൈൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ ആ ഒരു സിംഗിൾ ലൈൻ ആയതുകൊണ്ട് ഇവര് പേപ്പറിൽ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഒരു മോളിക്യൂൾ തരികയാണെന്ന് പറഞ്ഞാൽ ഈ മോളിക്യൂള് എങ്ങനെയുള്ളതാണ് എന്നുള്ളത് നോക്കിയിട്ട് അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി എങ്ങനെയാണെന്നുള്ളത് ആദ്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഈ മൂന്ന് ബോണ്ടുകൾ തരുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിക്കൊള്ളാം ആരാണ് ടുവേർഡ്സ് എസ് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒന്ന് നോക്കിയേ, നമ്മളുടെ ഈ മോളിക്യൂളില് ഹൈഡ്രജനും NMe ത്രൈസ് പ്ലസും ഇവർ രണ്ട് ഗ്രൂപ്പും എന്താണ്, സെയിം സൈഡ് ആണ്. കാരണം ആ രണ്ടാൾക്കാരും നമ്മളെ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. ക്ലിയർ? ഇനി രണ്ട് PHും എവിടെയാണ്, രണ്ട് ഫീനൈൽ റിങ്ങും നമ്മളുടെ ഈ രണ്ട് ഫീനൈൽ റിങ്ങും എങ്ങനെയാണ്, ലൈനിലാണ് നിൽക്കുന്നത്. സോ അവർ രണ്ടുപേരും പ്ലെയിനിലാണ്. ഇനി രണ്ട് മീഥൈൽ ഗ്രൂപ്പും, സോറി, ഈ മീഥൈൽ ഗ്രൂപ്പും ഈ ഹൈഡ്രജനും എങ്ങനെയാണ് നിൽക്കുന്നത്, ഈ ഹൈഡ്രജൻ നിൽക്കുന്നത് നമ്മളുടെ ബിലോ ദ പ്ലെയിൻ ആണ്. അത് പറഞ്ഞ പേപ്പറിന്റെ താഴെയാണ്, ബിലോ ദ പ്ലെയിൻ ആണ്. അപ്പൊ സെയിം സൈഡ്. അപ്പൊ ഇവിടെ ആരൊക്കെയാണ് സെയിം സൈഡ്, നമ്മളുടെ ഈ ഹൈഡ്രജനും ഈ Meയും സെയിം സൈഡ് ആണ്. ഈ ഹൈഡ്രജനും ഈ NMe3യും ഒരേ സെയിം സൈഡ് ആണ്. ഈ PHും ഒരേ സൈഡ് ആണ്. ക്ലിയർ? അപ്പം ഇവിടെ എലിമിനേഷൻ വരുന്നത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജനും ഈ NMe3യും കൂടെ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്ത് പോവും. എന്നിട്ട് ഇവിടെയുള്ള ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകും, ഇയാള് പുറത്തോട്ടേക്ക് പോവും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ഇവിടുത്തെ എലിമിനേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, രണ്ടുപേരും ഒരേ സൈഡിലൂടെയാണ് പോകുന്നത്. ക്ലിയർ? രണ്ടുപേരും ഒരേ സൈഡിലൂടെയാണ് പോകുന്നത്. അപ്പോ എലിമിനേഷൻ സെയിം സൈഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഈ ഹൈഡ്രജൻ NMe3യുമായിട്ട് പുറത്തോട്ട് പോകുന്നത് എങ്ങനെയാണ്, സെയിം സൈഡ് വഴിയാണ്. സോ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ആക്ച്വലി സിൻ എലിമിനേഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? സിൻ എലിമിനേഷൻ. അപ്പം നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ നടത്തുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് എലിമിനേഷൻ നടത്തേണ്ടത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് എലിമിനേഷൻ കുറച്ചുകൂടി ഈസി ആയിട്ട് വരേണ്ടത് എന്നുള്ള ഒരു പ്രോസസ്സ് നമുക്ക് ആക്ച്വലി എന്ത് വേണം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള സംഭവത്തിനെയാണ് നമ്മൾ സിൻ എലിമിനേഷൻ എന്ന് പറയാം. ക്ലിയർ? ഇനി ഇതേ പ്രോസസ്സിന് തന്നെ, മനസ്സിലാവുന്നുണ്ടല്ലോ? വെയിറ്റ്, ഇതേ പ്രോസസ്സ് ഇവിടെ PH, ഇവിടെ Me, ഇവിടെ ഹൈഡ്രജൻ. ഓക്കെ. ഇനി ഇവിടെ NMe3 ആയിട്ട് വരികയാണെങ്കിൽ PH, ഹൈഡ്രജൻ. ഇതൊന്ന് നോക്കിക്കേ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി. NMe3 എന്ന് പറയുന്നത് എവിടെയാണ്, NMe3 എന്ന് പറയുന്നത് ആക്ച്വലി ബിലോ ദ പ്ലെയിൻ ആണ്. അപ്പൊ ഇവിടെ എലിമിനേഷൻ ചെയ്യുന്നതും സെയിം ആള് തന്നെയാണ്, NaOEP. അപ്പൊ എലിമിനേഷൻ പോകുന്നത് എങ്ങനെയാണ്, ഇയാളും ഇയാളും തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇത് ഇതെങ്ങനെയാണ്, ഹൈഡ്രജൻ മുകളിലൂടെയും NMe3 താഴത്തോടെയും. മനസ്സിലാവുന്നുണ്ടല്ലോ? മറ്റേത് എങ്ങനെയായിരുന്നു, രണ്ടുപേരും മുകളിലൂടെ പോയത്. ഇതില് ഒരാൾ മുകളിലൂടെയും ഒരാൾ താഴത്തോടെയും. അപ്പൊ ഇവിടെ വരുന്നത് എന്ന് പറയുന്നത് ആന്റി എലിമിനേഷൻ ആണ്. ആന്റി എലിമിനേഷൻ. ക്ലിയർ? അപ്പൊ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്രൂപ്പിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ തന്നെ, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള പ്രോസസ്സുകൾ തന്നെ എന്ത് ചെയ്യാണ്, മാറിക്കൊണ്ടുവരികയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ആക്ച്വലി മാറിക്കൊണ്ടേ വരികയാണ്. അപ്പം അങ്ങനെ മാറിക്കൊണ്ട് വരുന്നതിനനുസരിച്ചിട്ട് ഇപ്പം സിൻ എലിമിനേഷനും ആന്റി എലിമിനേഷനും ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സിൻ എലിമിനേഷൻ ആയിരിക്കും കുറച്ചുകൂടെ പോസിബിൾ ആവുന്നത്, കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്നത് സിൻ എലിമിനേഷൻ ആയിരിക്കും. അപ്പൊ നമ്മളൊരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ഡ്രഗ് സിന്തസൈസ് ചെയ്തിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ ആന്റി എലിമിനേഷൻ വേണോ, അല്ലെങ്കിൽ സിൻ എലിമിനേഷൻ വേണോ, അല്ലെങ്കിൽ ആന്റി അഡിഷൻ വേണോ, സിൻ അഡിഷൻ വേണോ, അങ്ങനെയുള്ള ഒരു സാധനം ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് അവിടെയുള്ള മോളിക്യൂൾസിന്റെ തന്നെ ആ ഒരു സ്റ്റീരിയോ കെമിസ്ട്രിയാണ്. അപ്പം സെയിം മോളിക്യൂൾ തന്നെയാണ്, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെയാണ്, പക്ഷേ അവിടുത്തെ പ്രോസസ്സുകളും ഇല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്, നമ്മളുടെ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്സിനെയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം
അപ്പം ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു എലിമിനേഷൻ എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഈ സിൻ എലിമിനേഷനിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ നെയിംഡ് റിയാക്ഷൻസും മെക്കാനിസംസും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. നമുക്കിപ്പോ ബേസിക്കലി വേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രിയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. പ്ലസ് ഇത് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളും അറിയണം. അപ്പം നമുക്ക് സ്റ്റീരിയോ കെമിസ്ട്രിയുടെ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം അപ്പൊ സ്റ്റീരിയോ കെമിസ്ട്രി ഇല്ലെങ്കിൽ സ്റ്റീരിയോ ഐസോമെറിസം. അപ്പൊ എന്താണ് ഐസോമെറിസം എന്നൊക്കെ അറിയാലോ. ഐസോമെറിസം എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റീരിയോ ഐസോമെറിസം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ളതായിരിക്കും. ആം, അപ്പം ഈ ചെറിയ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുക. അപ്പൊ സ്റ്റീരിയോ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ രണ്ട് കോമ്പൗണ്ടുകളുടെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ അതിന്റെ ത്രീ ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിന് തന്നെ നോക്കിക്കേ, നമ്മുടെ മുകളിലത്തെ കോമ്പൗണ്ടും താഴത്തെ കോമ്പൗണ്ടും ആക്ച്വലി എന്താണ്, സെയിം പോലെ തന്നെയാണ്, പക്ഷെ അവരുടെ സ്റ്റീരിയോ കെമിസ്ട്രി മാറിയിട്ടുണ്ട്. അപ്പൊ മുകളിലുള്ള കോമ്പൗണ്ടും താഴെയുള്ള കോമ്പൗണ്ടും എന്ന് പറയുന്നത് ആക്ച്വലി ഐസോമറുകളാണ്, സ്റ്റീരിയോ ഐസോമറുകളാണ്. ഓക്കെ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? പറയൂ. ഇതില് ഇപ്പം ഹൈഡ്രജനും അതുപോലെ എമ്മിയും ആദ്യത്തെ കാർബൺ ഇല്ലേ? സോറി, ഹൈഡ്രജനും ഹൈഡ്രജനും മീതേൽ ഗ്രൂപ്പ്, എമ്മിയും മീതേൽ അല്ലേ? മീഥേൻ. അപ്പൊ ഇതില് ബേസ് NaOH അതില് NaO മൈനസ് വരുന്നതുകൊണ്ടാണോ ഈ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നത്? എമ്മി പോകാൻ സാധ്യത ഉണ്ട് അവിടുന്ന്? പോകാൻ ചാൻസ് ഇല്ല. കാരണം വരുന്ന ആളെന്ന് പറയുന്നത് NaO, ഇത് ആക്ച്വലി സ്പീക്കിംഗ് ഇത് സ്റ്റീരിയോ കെമിസ്ട്രിയിൽ വരുന്നതല്ല കേട്ടോ. കാരണം ഇത് റിയാക്ഷനിൽ വരുന്നതാണ്. ഇത് ജസ്റ്റ് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് വരുന്നത് ബേസ് ആണ്. ബേസ് എന്ന് പറയുന്നത് NaO മൈനസ് ആണ് വരുന്നത്. സോറി, NaO മൈനസ് അല്ല, OET മൈനസ് ആണ് വരുന്നത്. കാരണം സോഡിയം എപ്പോഴും ഒരു ഓർഗാനിക് മോളിക്യൂളിന്റെ കൂടെ ഒരു മെറ്റൽ വരുന്നുണ്ടെങ്കിൽ മെറ്റൽ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ കൂടെ വരുന്ന OET മൈനസ് എന്ന് പറയുന്നത് മീൻസ് വരുന്ന ഓർഗാനിക് സ്പീഷീസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പം ഈ ഈ ആൾക്ക് എന്താണെന്ന് പറഞ്ഞാല് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ ആരെയും ഒക്കെ വേണം. അപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നോക്കിക്കേ, NMe3 പ്ലസ് ചാർജ് ആണ്. അത് പറഞ്ഞാൽ നൈട്രജൻ പ്ലസ് ചാർജിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ NMe3 എന്ന് പറയുന്ന ആള് ഓൾമോസ്റ്റ് അവർ എന്ത് ചെയ്യുക, പുറത്തു പോകാനുള്ള ഒരു ടെൻഡൻസി ആക്ച്വലി ഉണ്ട്. അത് പറഞ്ഞാൽ ഈ NMe3 പ്ലസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഈസിലി ലിവിങ് ഗ്രൂപ്പ് ആണ്. കാരണം ഈ പ്ലസ് ചാർജ് മാറ്റാനായിട്ടായിരിക്കും അവർ ശ്രമിക്കുക. അപ്പൊ പ്ലസ് ചാർജ് മാറ്റണം പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ബോണ്ടിൽ നിന്നും ഇലക്ട്രോൺസിന് എന്ത് ചെയ്യണം, അവരെടുക്കണം. അപ്പൊ ഇയാൾ ഈ ഇലക്ട്രോണിനെ എടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് പറ്റുമോ, ഇവിടെ വേക്കന്റ് ആവും. ലൈക്ക് ഇവിടെ ഒരു വേക്കൻസി വരും. അപ്പൊ ഈ ഒരു വേക്കൻസി വരുന്നതിനെ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ലൈക്ക് അതിനെ കുറച്ചുകൂടി ആക്സലറേറ്റ് ചെയ്യുന്ന ആളാണ് ഈ OET എന്ന് പറയുന്നത്. അത് പറഞ്ഞാൽ ബേസ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഒരു വേക്കൻസി ഇല്ലെങ്കിൽ ഒരു ബോണ്ട് വേക്കൻസി, ഒരു ഇലക്ട്രോണിന്റെ വേക്കൻസി വരുന്നതിനെ മാറ്റാനായിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ആളെന്ന് പറയുന്നത് ഇവിടെ ഹൈഡ്രജനും മീഥേനും PH ഉണ്ട്. PH മീഥേൻ എന്നൊക്കെ പറയുന്നത് വലിയ ഗ്രൂപ്പുകളാണ്. അപ്പൊ ഈസി ആയിട്ട് പോകുന്നത് പറഞ്ഞാൽ ഹൈഡ്രജന് വേണമെങ്കിൽ ഒരു ഹൈഡ്രജന് വേണമെങ്കിൽ H+ ആയിട്ട് പോകാൻ പറ്റും. പക്ഷെ H+ ഈസി ആയിട്ട് പോവില്ല. H+ന് ഈസി ആയിട്ട് പോകണം പറഞ്ഞാൽ ഐ മീൻ ലൈക്ക് ഹൈഡ്രജൻ ഒരു കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കൊവാലന്റ് ബോണ്ടാണ്. അത് പറഞ്ഞാൽ അവര് ഷെയർ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഹൈഡ്രജൻ ഈസി ആയിട്ട് ഇറങ്ങി പോകില്ല. അപ്പൊ ഹൈഡ്രജൻ ഈസി ആയിട്ട് ഇറക്കി വിടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബേസ് യൂസ് ചെയ്തേ പറ്റൂ. അപ്പൊ ഈ ബേസ് വന്നിട്ട് എന്ത് ചെയ്യും പറഞ്ഞാൽ ഈ ഹൈഡ്രജനെ വന്ന് അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പൊ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് പോകും, ഇത് ഇങ്ങോട്ടേക്ക് പോകും. ക്ലിയർ ആണോ? അപ്പം ഇത് അതിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു മെക്കാനിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേ ആണ്. ഇനി ഇതിന്റെ ആന്റി ബോണ്ടിങ് ഓർബിറ്റലുകൾക്കുള്ള ഒരു പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് കേട്ടോ. കാരണം ഇതിൽ ഇലക്ട്രോൺസ് ശരിക്കും ആന്റി ബോണ്ടിങ് ഓർബിറ്റലിലേക്കാണ് പോകുന്നത്. അങ്ങനെയുള്ള കുറച്ച് എംഒ തിയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിതിലിപ്പോ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു മെക്കാനിസം അല്ല ഞാൻ പഠിപ്പിക്കേണ്ടത്, സ്റ്റീരിയോ കെമിസ്ട്രിയാണ് പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് പറഞ്ഞ് ഞാൻ നിർത്തിയത്. സോ നമുക്കത് വഴിയെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഇനി
അപ്പൊ സ്റ്റീരിയോ ഐസോമെറിസത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം അത് ചെ- ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു സാധനമാണ്. ഇനി ഈ സ്റ്റീരിയോ ഐസോമെറിസ് ഈ സ്റ്റീരിയോ ഐസോമെറിസം ശരിക്കും പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് നോക്കണേ. സ്റ്റീരിയോ ഐസോമെറിസം രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് കൺഫർമേഷണൽ ഐസോമെറിസം. കൺഫർമേഷണൽ ഐസോമെറിസം. സെക്കൻഡ് വൺ കോൺഫിഗറേഷണൽ ഐസോമെറിസം. കോൺഫിഗറേഷണൽ ഐസോമെറിസം. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയുന്നത്, നമ്മൾ ഇവിടെ എടുക്കുന്നത് ഭയങ്കര ക്രിസ്പ് ആയിട്ടുള്ള ക്ലാസ് ആണ്. കാരണം ഒരു ദിവസം നമുക്ക് 1 മണിക്കൂർ മാത്രം ക്ലാസ് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു ഭാഗം ഇതെന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ എടുത്തു തരുന്ന തിയറി ആക്ച്വലി സഫീഷ്യന്റ് ആണ്. കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് കളക്ട് ചെയ്യുക, മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ, എന്നിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് കൊണ്ടുവന്ന് തരിക. അപ്പൊ നമ്മൾ അങ്ങനെ കുറച്ചധികം പ്രോബ്ലംസ് ചെയ്തു പോകും. ഓക്കെ, അപ്പൊ അതിനുള്ളൊരു ടൈം നിങ്ങൾ കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പം അപ്പൊ തിയറി, എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ പഠിപ്പിക്കുന്ന തിയറി ഇനഫ് ആണ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിന്റെ ആൻസർ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ തിയറിയും നമ്മളിവിടെ തരുന്നുണ്ട്. പക്ഷേ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് പുതിയൊരു പ്രോബ്ലം കണ്ടാൽ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. തിയറി മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഓക്കെ, അപ്പം ഇതിന്റെ രണ്ടെണ്ണത്തിന്റെ വ്യത്യാസം എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ ഡിഗ്രിയുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഞാൻ നമുക്ക് വേണ്ട ആവശ്യമുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം കൺഫർമേഷണൽ ഐസോമെറിസം. ഓക്കെ, കൺഫർമേഷണൽ ഐസോമെറിസം എന്താണെന്ന് വെച്ചാൽ, നോർമലി ഓരോരോ കൺഫേമേഴ്സ് ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാല്, ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് തന്നെ, സോറി, ഇത് തന്നെ ഉണ്ടാവുന്നത് തന്നെ അൺറിസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ, അൺറിസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ around the single bond. Clear? Unrestricted rotation around single bond. അപ്പൊ നമുക്ക് ഇതിൽ കൺഫർമേഷൻസിന്റെ കാര്യം എന്താ പറയേണ്ടത് പറഞ്ഞാല്, നമുക്ക് ആക്ച്വലി ബോണ്ടുകൾ നോക്കുമ്പോൾ 3 ബോണ്ടുകളാണ് ഉള്ളത്. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. ക്വാഡ്രപ്പിൾ ബോണ്ട് ഉണ്ട്, ആക്ച്വലി 4 ബോണ്ട് ഉള്ളതുണ്ട്. അത് മെറ്റൽസിന്റെ കേസിലാണ് വരുന്നത്. അത് അങ്ങനെ ഒരു കോംപ്ലക്സ്, ഒരു എന്താ പറയാ, അത് ഒരു കോംപ്ലക്സ്, ഒന്നോ രണ്ടോ കോംപ്ലക്സ് മാത്രമേ 4 ബോണ്ടായിട്ട് നിൽക്കുന്നുള്ളൂ. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ ഓർഗാനോ മെറ്റാലിക്സും കോർഡിനേഷനിലും നിങ്ങൾ പഠിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ നമ്മുടെ ഓർഗാനിക്കിൽ ആക്ച്വലി 3 ബോണ്ടാണ് മാക്സിമം ഉള്ളത്. അതില് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ലോക്ക്ഡ് ബോണ്ടുകളാണ്. അവർക്ക് മൂവ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. അവരെങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ. പക്ഷെ സിംഗിൾ ബോണ്ടിന് ഒരു ഗുണമുണ്ട്, സിംഗിൾ ബോണ്ട് റൊട്ടേറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ, സിംഗിൾ ബോണ്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ നോക്കുന്നത്, ഇപ്പൊ CH3 എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ആണെങ്കിൽ, ഓക്കെ, CH3 എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ആണെങ്കിൽ, ഞാൻ ഇതിന് എന്താ പറയാ, 3 ഡയമെൻഷനിൽ വരയ്ക്കുന്ന സമയത്ത് ഇത് കാർബണും കാർബണും ആണ്. 3 ഹൈഡ്രജൻ ഇങ്ങനെയാണ്. ക്ലിയർ? ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ഭാഗമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് നോക്കിക്കേ, എച്ച് എയും ഇപ്പൊ എങ്ങനെയാണ്, അടുത്തടുത്താണ് നിൽക്കുന്നത്. ക്ലിയർ? ഈ ഒരു സാധനത്തിന് ചുറ്റും റൊട്ടേഷൻ വരുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ HA യും HB യും എല്ലാം ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. HB യും HC യും ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ C1 ഉം C2 ലും തമ്മിലുള്ള ആ ബോണ്ടിനുള്ളിലുള്ള ആ ഒരു സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് റൊട്ടേഷൻ പോസിബിൾ ആണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് പല 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 കൺഫർമേഷൻസ് കിട്ടും. അങ്ങനെ വരുന്ന ആ ഐസോമറുകളെയാണ് നമ്മൾ കൺഫർമേഷണൽ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? കൺഫർമേഷണൽ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അപ്പം ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇനി കോൺഫിഗറേഷൻ ഐസോമറിസം.
ഈ കോൺഫിഗറേഷണൽ ഐസോമെറിസം എന്ന് പറയുന്നത് ഉണ്ടല്ലോ, നമ്മൾ നോർമലി ഒരു മോളിക്യൂൾ എടുക്കുകയാണ്. അപ്പം ഒരു കാർബൺ എന്ന് പറയുന്നത് ആക്ച്വലി ടെട്രാഹൈഡ്രൽ ആണ്. നമ്മളിപ്പോ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ എന്ന് പറയുന്നത് ലൈക്ക് എന്താ പറയാ, ഒരു ടെട്രാഹൈഡ്രൽ ഷേപ്പ് ആണ്. അപ്പൊ ടെട്രാഹൈഡ്രൽ ഷേപ്പിനെ നമ്മൾ ഇങ്ങനെയാണ് നോർമലി വരയ്ക്കുക. അപ്പൊ ഇതിൽ ഞാനൊരു 3 ഗ്രൂപ്പുകൾ, 4 ഗ്രൂപ്പുകൾ ഇടുന്നുണ്ട്: ഫ്ലൂറിൻ, ക്ലോറിൻ. ഇനി ഒന്ന് നോക്കിക്കേ, ഇതിലെ ഈ ഒരു ഇതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ, ഈ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ക്ലോറിൻ നമ്മളെ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ ഡാർക്ക് ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ബോണ്ട്. പിന്നെ ഡാഷ്ഡ് ലൈൻ വരുന്നത് ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ എന്ന് പറയുന്നത് ആ പേപ്പറിന്റെ ഉള്ളിൽ, ഇല്ലെങ്കിൽ എവേ ഫ്രം അസ് ആണ്. ഇനി നമ്മുടെ ബ്രോമിനും അയഡിനും നിൽക്കുന്നത് എങ്ങനെയാണ്? ഒറ്റ പ്ലെയിനിലാണ്. അത് പറഞ്ഞ പേപ്പറിലാണ് നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ എഴുതുന്ന ഈ പേപ്പറാണ് ഒരു പേപ്പറായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ, ബ്രോമിനും അതുപോലെ തന്നെ അയഡിനും നിൽക്കുന്നത് ഇങ്ങനെ ആ പേപ്പറിൽ തന്നെയാണ്. ഇനി ഈ പേപ്പറിൽ നിന്നും ശരിക്കും ഈ ഒരു പൊസിഷനിൽ നിന്നും നമ്മളെ നോക്കിയിട്ടാണ്. അത് പറഞ്ഞാല് നമ്മളെ നോക്കിയിട്ട് ഒരു കോലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റോഡ് പോലത്തെ ഒരു സാധനം വെക്കുകയാണ് പറഞ്ഞാല്, അതായിരിക്കും അവിടെ ആയിരിക്കും ക്ലോറിൻ നിൽക്കുക. ദെൻ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അത് പറഞ്ഞാൽ പേപ്പർ തുളച്ച് അപ്പുറത്താണ് ആര് നിൽക്കുന്നത്? ഫ്ലൂറിൻ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു മൈൻഡ് എപ്പോഴും വരണം. ഇനി ഈ ആളും ഇതിൽ നിന്ന് ഞാൻ ഒരു വേറൊരു കോമ്പൗണ്ട് ഉണ്ടാക്കുകയാണ്, ലൈക്ക് ക്ലോറിൻ, സോറി കാർബൺ, ബ്രോമിൻ, അയഡിൻ. ക്ലിയർ? ഇവിടെ നമ്മളെ നോക്കി നിൽക്കുന്ന ഫ്ലോറിനെ ഞാൻ ബിലോ ദ പ്ലെയിനും ആക്കി, എബോ ദ പ്ലെയിനും ഫ്ലോറിനും ആക്കി. അത് പറഞ്ഞാല് രണ്ടാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എന്ത് പറ്റി? കോമ്പൗണ്ട് തന്നെ ആക്ച്വലി മാറാനായിട്ട് തുടങ്ങും. കാരണം നിങ്ങൾക്ക് തോന്നും സെയിം കോമ്പൗണ്ട് തന്നെയാണ് എന്നുള്ളത്, പക്ഷെ ഈ രണ്ടാളും ഡിഫറെന്റ് ആണ്. മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ അവരുടെ ബിഹേവിയർ ഡിഫറെന്റ് ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ വരുന്ന മോളിക്യൂൾസിനെ, അത് പറഞ്ഞാൽ നമ്മളുടെ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ, അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകളെ ഇന്റർചേഞ്ച് ചെയ്യുന്നതിലൂടെ വരുന്ന ഒരു ഐസോമെറിസത്തിനെയാണ് നമ്മൾ കോൺഫിഗറേഷണൽ ഐസോമെറിസം എന്ന് വിളിക്കുക. എന്താണ് കോൺഫിഗറേഷണൽ ഐസോമെറിസം? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടത്. അപ്പൊ ഒരു മോളിക്യൂൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ 3 ഡയമെൻഷൻസ്, അല്ലെങ്കിൽ 3 ഡയമെൻഷനിൽ എങ്ങനെ വരയ്ക്കാം, ആ 3 ഡയമെൻഷനിന്റെ മീനിങ് എന്താണെന്നുള്ളത് ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പം ഈ ഒരു സാധനം നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ ഇത് എന്തിനാ ഞാൻ ഇത്രയും ആ ഒരു ഡാഷ്ഡ് ലൈനും വെഡ്ജ് ലൈനും അതുപോലെ തന്നെ നമ്മുടെ പ്ലെയിനിലുള്ള നോർമൽ ലൈനും എന്തിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ, റിയാക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തരുന്ന മോളിക്യൂൾ ഉണ്ടല്ലോ, അത് ഇങ്ങനത്തെ മോളിക്യൂൾ ഒന്നും ആയിരിക്കില്ല. ഇതൊക്കെ സിമ്പിൾ മോളിക്യൂൾ ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് ഇതിന്റെ കൂടെ കുറെ ഇങ്ങനെ ബോണ്ടുകളൊക്കെ ഇട്ട് ഇങ്ങനെ റിങ്ങുകളും ബെൻസിൻ റിങ്ങുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇത്ര വലിയ സ്ട്രക്ചർ വരും. ഈ സ്ട്രക്ചറിൽ അവർ ഒരു റിയാക്ഷൻ നടത്താൻ പറയും. പക്ഷെ ആ റിയാക്ഷൻ നടക്കുന്നത് വെറും ഈ ഒരു പൊസിഷനിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും സ്ട്രക്ചർ തരുന്നത് നിങ്ങളെ പേടിപ്പിക്കാനായിരിക്കും. കാരണം നിങ്ങൾ ആ ഒരു ഫിഗർ, ആ ഒരു മോളിക്യൂളിന്റെ ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾ അങ്ങോട്ട് കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകും. പിന്നെ ആ ക്വസ്റ്റിന്റെ ഭാഗത്തോട്ട് തിരിയില്ല. പക്ഷെ അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനും ആയിരിക്കും. നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് അവരെന്താണ് തന്നിരിക്കുന്നത്, ആ റിയാക്ഷൻ ചെയ്യുന്നത് ആ വലിയ മോളിക്യൂളിന്റെ ഏതെങ്കിലും ഒരു മൂലക്ക് ഇരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ മാത്രമായിരിക്കും ആ റിയാക്ഷൻ നടക്കുക. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങൾ ചെയ്തിട്ട് പോയതുമായിരിക്കും. അപ്പം ആ ഒരു ഭാഗം വരുന്ന സമയത്ത് ഈ വരുന്ന ആൾ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, വരുന്ന ആൾ പോകുന്ന ആൾ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സ്റ്റീരിയോ കെമിസ്ട്രി നിർബന്ധമാണ്. അതിന് ഒന്നാമത്തെ കേസിൽ ഞാൻ പറയേണ്ടത് എന്താണ് പറഞ്ഞാല്, ഈ ഒ ഇ ടി എന്ന് പറയുന്നത് നമ്മളെ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യാൻ വരിക. അപ്പൊ ഹൈഡ്രജനെ അവിടെ അറ്റാക്ക് ചെയ്യാൻ വരണമെങ്കിൽ ഈ ഒ ഇ ടി ഏത് സൈഡ് വഴി വരണം? എബോ പ്ലെയിൻ വഴി വരണം. കാരണം ഹൈഡ്രജൻ എബോ പ്ലെയിൻ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഹൈഡ്രജൻ എബോ പ്ലെയിൻ ആയിട്ട് വന്നിട്ട്, സോറി, ഹൈഡ്രജന്റെ അടുത്തോട്ട് വന്നതിന് ശേഷം അവരെന്ത് ചെയ്യാണ്? തൊട്ടടുത്തുള്ള ബോണ്ടിലേക്ക് മാറുകയാണ്. ദെൻ അതിനുശേഷം നമ്മൾ ഈ NMe3 എന്ന് പറഞ്ഞ ആള് ആ എബോ പ്ലെയിൻ വഴിയായിട്ട് തന്നെ എലിമിനേറ്റ് ചെയ്ത് പോവാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പം ഈ വരുന്ന ആള് ഏത് ഡയറക്ഷൻ വഴിയാണ് വരേണ്ടത്, അത് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് മാറേണ്ടത് എന്ന് നോക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഇനി ഞാനൊരു ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ ഒ ഇ ടി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇത് ഇ ടി എന്ന് പറയുന്നത് ഈറ്റെയിൻ ആണ്, CH2CH3 ആണ്. അപ്പൊ CH2CH3O അതൊരു സിമ്പിൾ മോളിക്യൂൾ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഈ ഒരാളെന്ന് പറയുന്നത് വലിയ മോളിക്യൂൾ ആണെങ്കിൽ, ബൾക്ക് ആയിട്ടുള്ള നല്ല ഈ ഒ ഇ ടി ആയിരിക്കില്ല, വലിയ ഇപ്പൊ ടേർട്ട് ബ്യൂട്ടോക്സൈഡ് അങ്ങനെയുള്ള ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ TBuO- അങ്ങനെയുള്ള ഗ്രൂപ്പ് ഒക്കെയാണ്. ടേർട്ട് ബ്യൂട്ടോക്സൈഡ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടൈൽ റിംഗ് 3 എണ്ണമാണ്.
അപ്പോൾ ബ്യൂട്ടൈൽ റിംഗ് അല്ല, ബ്യൂട്ടൈൽ ചെയിൻ എന്ന് പറയുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ. CH2 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 CH3, അത്രയും നീളമുള്ള സാധനം 3 വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ അത് വലിയ ആളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ആള് വരുന്ന സമയത്ത് ഈ റിയാക്ഷനിൽ നോക്കണേ, ഇയാൾ വരേണ്ടത് എബോ പ്ലെയിൻ വഴിയായിട്ടാണ് വരേണ്ടത്. ക്ലിയർ ആണോ? ഈ എബോ പ്ലെയിൻ വഴി വരുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് എബോ പ്ലെയിനിൽ NME3 ആണ്. NME3 എന്ന് പറയുന്നത് വലിയ ആളാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഈ വരുന്ന ആളും വലിയ ആളാണ്, അവിടെ ഓൾറെഡി ഇരിക്കുന്ന ആള് NME എന്ന് പറയുന്നതും വലിയ ആളാണ്, കാരണം അതും എബോ പ്ലെയിൻ ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഹൈഡ്രജൻ അബ്സ്ട്രാക്ഷൻ അവിടെ നടക്കില്ല. അങ്ങനെ ഹൈഡ്രജൻ അബ്സ്ട്രാക്ഷൻ നടക്കണമെങ്കിൽ ഇവർ എന്ത് ചെയ്യണം? ഈ ബോണ്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യണം? ബിലോ ദ പ്ലെയിൻ ആക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ബിലോ ദ പ്ലെയിൻ ആക്കിയിട്ട് പിന്നെ കുറച്ചുകൂടെ ക്രൗഡ് ഇല്ലാത്ത ഭാഗം വഴി ആര് വരും? നമ്മൾ TBO വന്ന് ആ ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യുന്നു. ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്തിട്ടേ ഈ റിയാക്ഷൻ നടക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ഈ മോളിക്യൂളിൽ ശരിക്കും പറഞ്ഞാൽ ഈസി ആയിട്ട് OET വരുന്ന സമയത്ത് ഹൈഡ്രജൻ അബ്സ്ട്രാക്ഷൻ നടക്കുന്നുണ്ട്. കാരണം NME3യും ഹൈഡ്രജനും ഒരേ പ്ലെയിനിൽ നമ്മളെ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ചെറിയ ഗ്രൂപ്പാണ്, ഐ മീൻ വളരെ ചെറിയ ആറ്റമാണ്. OET എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ചെറിയ ആറ്റമാണ്, ചെറിയ ഗ്രൂപ്പാണ്. അപ്പൊ ഇവര് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ NME3യും ഇയാളും തമ്മിൽ നല്ല ക്രൗഡ് ആവാനുള്ള ചാൻസ് ഇല്ല. കാരണം NME3യും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഈ മോളിക്യൂളിന്റെ മോൾ സൈഡ് ആരൊക്കെ ഉണ്ട്? NME3യും ഹൈഡ്രജനും ആണ് ഉള്ളത്. വരുന്ന ആള് OET ആണ്. അപ്പൊ OET കൂടെ വരുമ്പോൾ ഇവര് മൂന്നുപേരും കൂടെ വരുന്ന സ്പേസ് ആണ് അത് മുകളിൽ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഈസി ആയിട്ട് നടക്കും. പക്ഷെ ഈ OETക്ക് വരും വലിയ ഗ്രൂപ്പ് TBU വന്നു കഴിഞ്ഞാൽ ഈ TBUക്ക് ആ മുകളിൽ ഈ മോളിക്യൂളിന്റെ ഈ മേൽ മേൽഭാഗം, അത് പറഞ്ഞാൽ എബോ ദ പ്ലെയിൻ എന്ന് പറയും നമ്മളതിനെ. ഈ എബോ ദ പ്ലെയിനിലേക്ക് അയാൾ അവിടെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അവിടെ NME3 എന്ന് പറയുന്നത് ഒരു ബൾക്ക് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ NME3 ഉള്ള ആൾക്ക് ഓൾറെഡി ഈ വരുന്ന ആള് അതിനേക്കാളും ബൾക്ക് ആയിട്ടുള്ള ഒരാൾ. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ സ്റ്റെറിക് ഇഫക്റ്റ് ഉണ്ടാവും, സ്റ്റെറിക് ഹിൻഡ്രൻസ് വരും. അപ്പൊ ഈ റിയാക്ഷൻ നടക്കില്ല. ഇനി ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബോണ്ട് റൊട്ടേറ്റ് ചെയ്യും. മോളിക്യൂൾ തന്നെ തീരുമാനിക്കണം, എനിക്ക് ഇവരെ ഇറക്കി വിട്ടേ പറ്റൂ. അപ്പൊ ഈ മോളിക്യൂൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഈ ഹൈഡ്രജനെ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ബിലോ ദ പ്ലെയിൻ ആക്കും. മനസ്സിലാവുണ്ടല്ലോ, ഇവിടേക്കാക്കും. എന്നിട്ട് ഇയാൾ താഴ്ഭാഗത്തൂടെ വന്നിട്ട് ഈ ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് പിന്നെ റിയാക്ഷൻ നടക്കും. ഇനി ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മോളിക്യൂള് തനിയെ അതിനെ റൊട്ടേറ്റ് ചെയ്ത് ഹൈഡ്രജനെ ബിലോ ദ പ്ലെയിൻ ആക്കി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഈ ഫീനയിലും ഈ മീതയിലും അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ റൊട്ടേറ്റ് ചെയ്തതിനനുസരിച്ച് അവരുടെ പൊസിഷൻ മാറുകയാണ്. അങ്ങനെ പൊസിഷൻ മാറി അവരുടെ നേച്ചർ മാറി തുടങ്ങും. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതാണ് സ്റ്റീരിയോ കെമിസ്ട്രിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അത് പറഞ്ഞാൽ റിയാക്ഷൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്ന ആളും അവിടെ ഉള്ള ഗ്രൂപ്പുകളും ആ മോളിക്യൂളും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പഠിക്കാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് പോകും. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ആഹ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. എന്തിനാണ് സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കുന്നതിനെ കുറിച്ചാണ്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ കയറിയിട്ടില്ല. പക്ഷെ നിങ്ങൾ ഒരു സാധനം പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ സാധനം പഠിക്കേണ്ടത് എന്നുള്ളത് ആദ്യമേ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് പഠിക്കേണ്ടതിനുള്ള ഒരു ത്വരയുണ്ടാവുന്നു. ഇല്ല വെറുതെ ചുമ്മാ പഠിച്ചു പോകുന്ന പോലെയല്ലല്ലോ. അപ്പൊ നമ്മൾ ഒരു സാധനം, ഒരു ടാസ്ക് നിങ്ങളെ ഏൽപ്പിക്കുന്ന സമയത്ത് ആ ടാസ്ക് ചെയ്യുന്നതിന് ഈ മോളിക്യൂളിൽ നമുക്ക് എന്തൊക്കെ പോസിബിലിറ്റീസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പറഞ്ഞാൽ, റൊട്ടേഷൻ മോളിക്യൂളിൽ വന്നു കഴിഞ്ഞാൽ അതിന് പല ആൾക്കാരും പല ഭാഗങ്ങളിൽ നിൽക്കും. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും അതിങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു ഗെയിം പോലെയാണ്. കറക്റ്റ് ആയിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ക്ലിയർ? ഇനി ഇതിന്റെ കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടെ എന്താണെന്ന് പറഞ്ഞാല് പ്രൊജക്ഷൻ ഫോർമുല. പ്രൊജക്ഷൻ ഫോർമുല. ഓക്കെ. ഈ പ്രൊജക്ഷൻ ഫോർമുല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ മോളിക്യൂളിനെ വന്നിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ വര അങ്ങനെ വരയ്ക്കാനായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഒന്നില്ലെങ്കിലും മോളിക്യൂളിനെ 2 ഡയമെൻഷനൽ ആയിട്ട് വരയ്ക്കാം. ക്ലിയർ? 2 ഡയമെൻഷനൽ ആയിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ 3 ഡയമെൻഷൻ ആയിട്ട് വരയ്ക്കാം. 2D ആവാം, അല്ലെങ്കിൽ 3D ആവാം. ഇനി 2D അനാലിസിസ് അല്ലെങ്കിൽ 2D ആയിട്ട് നമ്മൾ ഒരു മോളിക്യൂളിനെ വരയ്ക്കുന്നത് എന്ത് വെച്ചിട്ടാണെന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറയാ. എന്താണ്? ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറയാം. ഓക്കെ. ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ
അത് നിങ്ങൾക്ക് ഇതെന്തിനാ ഞാൻ ടേം പഠിപ്പിച്ചിരുന്നു പറഞ്ഞാല് നിങ്ങൾക്ക് തരുന്ന മോളിക്യൂളിനെ ഫിഷർ പ്രൊജക്ഷൻ വേണോ ഇല്ലെങ്കിൽ വേറെ പ്രൊജക്ഷൻ വേണോ എന്നുള്ളത് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ അത് എന്താ സാധനം എന്നുള്ളത് അറിയാതെ നിങ്ങൾ കുഴയാൻ പാടില്ല. പിന്നെ ഈ മെത്തേഡ് നമ്മൾ പല പല ക്വസ്റ്റ്യൻസിനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാല് ലൈക്ക് നമ്മുടെ നോർമലി നമ്മൾ മോളിക്യൂൾ വരയ്ക്കില്ലേ, ഓർഗാനിക് മോളിക്യൂൾ, അത് തന്നെയാണ് കേട്ടോ. അപ്പം ഇതില് കാർബൺ C1ഉം C2, ഓക്കെ, C1ഉം C2. അപ്പൊ കാർബണിനെ ലേബൽ ചെയ്തതാണ് C1ഉം C2. ഇനി ഇതിലുള്ള അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഗ്രൂപ്പ് കൊടുക്കാം. ഇവിടെ ഹൈഡ്രജൻ കൊടുക്കാം, ഇവിടെ OH ഗ്രൂപ്പ് ഫംഗ്ഷൻ കൊടുക്കാം, ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുക്കാം, ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ കൊടുക്കാം, ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കാം, സോറി ഇവിടെ OH കൊടുക്കാം, സെയിം ഗ്രൂപ്പ് ആയിക്കോട്ടെ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു 2 ഡയമെൻഷണൽ സാധനത്തിനെയാണ് നമ്മൾ ഫിഷർ പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. ക്ലിയർ? ഫിഷർ പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഈ ഫിഷർ പ്രൊജക്ഷനിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജനും ഈ OHഉം സെയിം സൈഡ് ആണ്. ക്ലിയർ? സിമിലർലി നമ്മുടെ ഈ OHഉം ഈ മീഥൈലും സെയിം സൈഡ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഹൈഡ്രജനും ഈ മീഥൈലും സെയിം സൈഡ് ആണ്. ഇതാണ് ഫിഷർ പ്രൊജക്ഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു സാധനം ഇല്ലെങ്കിൽ ഈ ഒരു മോളിക്യൂളിനെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് എവിടെയാണ് പറഞ്ഞാൽ ഇതും സെയിം ആണ്, ഇതും സെയിം ആണെന്നുള്ളത് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമുക്ക് ഇത് എങ്ങനെ സെയിം സൈഡ് ആവുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ക്ലിയർ ആവുന്നില്ല. കാരണം ഇതെങ്ങനെയാ രണ്ടും ഓപ്പോസിറ്റിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നു തുടങ്ങി. അതിനുശേഷമാണ് നമ്മളുടെ മോളിക്യൂളിനെ 3 ഡയമെൻഷനിൽ എങ്ങനെ, ത്രീ ഡയമെൻഷനിൽ നിൽക്കുന്ന ഒരു മോളിക്യൂളിനെ എങ്ങനെ നമുക്ക് ബുക്കിലേക്ക് പകർത്താം എന്നുള്ള ഒരു സാധനമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് 3 ഡയമെൻഷണൽ പ്രൊജക്ഷൻ. ഓക്കെ, ഈ 3 ഡയമെൻഷണൽ പ്രൊജക്ഷനിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് 2 നൊട്ടേഷൻ ഉണ്ട്. ഒന്ന് സോഹോസ് നൊട്ടേഷൻ അല്ലെങ്കിൽ സോഹോസ് പ്രൊജക്ഷൻ, SAW ഹോസ്. ഓക്കെ, സോഹോസ് പ്രൊജക്ഷനും അതുപോലെ തന്നെ ന്യൂമാൻ പ്രൊജക്ഷനും. സോഹോസ് പ്രൊജക്ഷനും ന്യൂമാൻ പ്രൊജക്ഷനും ഇതൊക്കെ നിങ്ങൾ ബേസിക്കലി പഠിച്ചിട്ട് വരുന്ന ഒരു സാധനമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇതായിട്ട് സോഹോസ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോഴ്സ്, അത് പറഞ്ഞാൽ കുതിര നിൽക്കുന്ന പോലെ ആയിരിക്കും മോളിക്യൂൾ നിൽക്കുക. അപ്പൊ കുതിര നിൽക്കുന്ന പോലെ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ വരയ്ക്കുന്നത് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, C1ഉം ഇങ്ങനെ വരയ്ക്കും, C2നെ ഇങ്ങനെ കോർണർ ആയിട്ടാണ് വരയ്ക്കുക. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു സ്ലൈഡ് ചെയ്യുന്ന ഒരു ബോണ്ട് പോലെയാണ് ഈ C1ഉം C2ഉം വരയ്ക്കുക. എന്നിട്ട് ബോണ്ട് വരയ്ക്കുന്നത് ഇങ്ങനെയായിരിക്കും. ക്ലിയർ? ഇനി നോക്കിക്കേ, നമ്മളുടെ പച്ചയിൽ ഞാൻ റൗണ്ട് ചെയ്തിരിക്കുന്നത് Hഉം OHഉം ആണ്. അപ്പൊ Hഉം OHഉം സെയിം സൈഡ് ആണ്. അപ്പൊ ഞാൻ C1ൽ Hഉം, ഓക്കെ ഞാൻ കളറ് അത് തന്നെ ഇടാവേ, Hഉം മറ്റേ അവിടെ OHഉം. അപ്പൊ Hഉം OHഉം സെയിം സൈഡ് ആണ്. ഇനി അടുത്ത ആരാണോ, നമ്മൾ C1ലുള്ള OHഉം MEയും ഒരു സൈഡാണ്. അപ്പൊ നോക്കിക്കേ, OHഉം MEയും സെയിം സൈഡാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് അത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് പറഞ്ഞാല് നമ്മളുടെ കുതിരയുടെ പോലെ, ഇത് കുതിരയുടെ തല, ഇത് കുതിരയുടെ ബോഡി, ഇത് കുതിരയുടെ 4 കാല്, ഇത് കുതിരയുടെ വാല്. ഇങ്ങനെയാണ് ഈ സോഹോസ് പ്രൊജക്ഷൻ വരിക. അപ്പം ലൈക്ക് ഒരേ സൈഡിലുള്ള 2 കാലും സെയിം ഗ്രൂപ്പുകൾ, മറ്റേ ഓപ്പോസിറ്റുള്ള 2 കാലും ഒരേ ഗ്രൂപ്പുകൾ. ഇനി തലയും വാലുമാണ് അടുത്തതുള്ളത്. ഈ തലയും വാലുള്ള ആളെന്ന് പറയുന്നത് ആക്ച്വലി C1ലുള്ള മീഥൈൽ ഗ്രൂപ്പും അതുപോലെ തന്നെ മറ്റെവിടെയുള്ള ഹൈഡ്രജനുമാണ്. അപ്പൊ ഇങ്ങനെയാണ് സോഹോസ് പ്രൊജക്ഷൻ ആയിട്ട് വരയ്ക്കുക. ക്ലിയർ ആണല്ലോ? സോഹോസ് പ്രൊജക്ഷൻ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഈ നിങ്ങൾക്ക് ശരി, നമുക്ക് വേണ്ടത് ആക്ച്വലി സോഹോസ് പ്രൊജക്ഷൻ അല്ല. ഈ സോഹോസ് പ്രൊജക്ഷന്റെ തന്നെ വേറൊരു പ്രൊജക്ഷനാണ് ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ന്യൂമാൻ പ്രൊജക്ഷൻ എങ്ങനെയാ വരയ്ക്കുന്നത് അറിയോ? ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കുന്നത് വളരെ എളുപ്പമാണ്. ഈ സോഹോസ് പ്രൊജക്ഷൻ ഉണ്ടല്ലോ, ഈ സോഹോസ് പ്രൊജക്ഷന്റെ ഈ C1ഉം C2 ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്, ഈ C1ഉം C2നെ അങ്ങനെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഈ C2വിന്റെ മുകളിൽ C1നെ വെക്കുക. അപ്പൊ എങ്ങനെ വരും? ആ ഒരു നിങ്ങൾ എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുക. നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ നിന്നാണ്. ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് നിങ്ങളുടെ കണ്ണാണ്.
ഇങ്ങനെ C1 അപ്പൊ പക്ഷെ നിങ്ങൾ നോക്കണത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ C2നെയും C1നെയും ഇങ്ങനെ നിങ്ങളുടെ നേരെ പിടിച്ചിട്ടാണ് നോക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രൊജക്ഷൻ ഫോർമുല എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നത് C1 ആയിരിക്കും ഫസ്റ്റ് കാണുക. അതിനെയാണ് ഞാൻ ഡോട്ട് ആയിട്ട് വരച്ചിരിക്കുന്നത് C1. ക്ലിയർ? ഇനി C1ന്റെ ബാക്കിലായിരിക്കും ആര് കാണുക? C2 കാണുക. അയാളെ ഞാൻ റൗണ്ട് ആയിട്ട് വരച്ചിരിക്കും. അപ്പൊ ഈ റൗണ്ട് ആയിട്ട് വരച്ചിരിക്കുന്നതാണ് C2 എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി C1നുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഞാൻ വേറെ കളറിൽ വരയ്ക്കാം. C1ലുള്ള ആളെന്ന് പറയുന്നത് 3 ആൾക്കാരുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി C1ല് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഹൈഡ്രജനും ലെഫ്റ്റ് സൈഡ് OH ആണ്. അപ്പൊ അത് അതേപോലെ തന്നെ C1ൽ നിന്ന് നോക്കുമ്പോൾ റൈറ്റ് സൈഡ് ഹൈഡ്രജനും ലെഫ്റ്റ് സൈഡ് OH ആണ്. മുകളിൽ വരുന്നത് മീഥൈനാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ബാക്കിലുള്ള C2ലും എന്തുണ്ട്? ഇതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ C2ന്റെ കേസിൽ വരുന്ന സമയത്ത് എങ്ങനെ വരും? C2ലും മുകളില് ഒരാളുണ്ട്, മറ്റേ ആള് ഇവിടെ നിൽക്കുന്നുണ്ട്. സോറി, മറ്റേ ആള് ഇവിടെ നിൽക്കുന്നുണ്ട്. അതിന് മൂന്നാമത്തെ ആള് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നിങ്ങൾ C2ല് നോക്കുന്ന സമയത്ത് C2ന്റെ റൈറ്റ് സൈഡ് നിൽക്കുന്നത് ആരാണ്? OH ആണ്. അപ്പൊ OH നമ്മൾ അവിടെ എഴുതണം. ദെൻ ലെഫ്റ്റ് സൈഡ് നിൽക്കുന്നത് ആരാണ്? അത് മീഥൈൽ ഗ്രൂപ്പ് ആണ്. സോ മീഥൈൽ ഗ്രൂപ്പ് മുകളിലോട്ട് നിൽക്കുന്നത് ഹൈഡ്രജൻ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതാണ് ആക്ച്വലി ന്യൂമാൻ പ്രൊജക്ഷൻ. ന്യൂമാൻ പ്രൊജക്ഷൻ ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ളത്. ന്യൂമാൻ പ്രൊജക്ഷൻ വെച്ചിട്ട് നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ നോക്കുവേ. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ന്യൂമാൻ പ്രൊജക്ഷനിൽ ഞാൻ ഇവിടെ ഒരു ഗ്യാപ്പ് വിട്ടിരിക്കുന്നുണ്ടാവും. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി അത് തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ മീൻ ചെയ്യരുത് കേട്ടോ. ശരിക്കും ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാ. ആക്ച്വലി ഇതിന്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ മീഥൈൽ ഗ്രൂപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ അതിന്റെ ബാക്കിൽ തന്നെയാണ്. ഇങ്ങനെ ആ സെയിം ബോണ്ട്, ബാക്കിലുള്ള സെയിം ബോണ്ട്. അപ്പൊ ബാക്കിലുള്ള ആ ബോണ്ട് കാണില്ല നമുക്ക്. പക്ഷെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിരിക്കുന്നത്, ചെറുതായിട്ടൊന്ന് കറക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചർ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. ഇനി ഈ ന്യൂമാൻ പ്രൊജക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ കുറെ ആൾക്കാരുടെ കൺഫർമേഷൻ അനാലിസിസ് നടത്തുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? കൺഫർമേഷൻ അനാലിസിസ്. അപ്പൊ ഈ കൺഫർമേഷൻ അനാലിസിസ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈഥെയ്ൻ മോളിക്യൂൾ നമ്മൾ എടുക്കുന്നു. ഈഥെയ്ൻ മോളിക്യൂൾ എന്ന് പറയുന്നത് CH3 ആണ്. ആണല്ലോ? അപ്പൊ ഇതിനർത്ഥം നമ്മളുടെ സോഹോസ് പ്രൊജക്ഷൻ വരയ്ക്കുന്ന സമയത്ത് അതെങ്ങനെയാണ്? C1 C2 ഇതായിരിക്കുമല്ലോ സോഹോസ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സിമിലർലി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ന്യൂമാൻ പ്രൊജക്ഷനിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും? ഇത് C2 ആണ്, ഇത് C1 ആണ്. അപ്പൊ C1ലും എന്താണ്? 3 ഹൈഡ്രജൻ ആണ്. C2ലും 3 ഹൈഡ്രജൻ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അപ്പം ഈ ഒരു മോളിക്യൂളിന്റെ കേസിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതായിരിക്കും അതിന്റെ ന്യൂമാൻ പ്രൊജക്ഷൻ ആയിട്ട് വരിക. ഇനി നമുക്ക് വേറൊരു സാധനം നോക്കേണ്ടത് എന്താണ് പറഞ്ഞാൽ നമ്മൾ ബ്യൂട്ടേൻ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ബ്യൂട്ടേൻ എടുക്കുന്ന സമയത്ത് അതെന്താണ്? CH3 CH2 CH2 CH3 ആണല്ലോ? അപ്പൊ ഇതിന്റെ സോഹോസ് പ്രൊജക്ഷൻ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ നമ്മൾ ചെയ്യുന്നത് സെന്ററിലുള്ള ബോണ്ടറിയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? നമ്മൾ കാർബൺ 1ഉം കാർബൺ 2 ആയിട്ട് എടുക്കുക. ക്ലിയർ? അപ്പൊ ഞാൻ അതിന്റെ ന്യൂമാൻ പ്രൊജക്ഷൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അപ്പൊ ഇത് C1ഉം ഇത് C2ഉം, ഇത് C1ഉം ഇത് C2ഉം. ക്ലിയർ? ഇനി C1ൽ ആരൊക്കെയുള്ളത്? C1ൽ ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു CH3 ഉണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഞാൻ ഇതിനെ ഇങ്ങനെ വരച്ചു, 2 ഹൈഡ്രജനും ഒരു CH3. ഇനി C2ൽ എങ്ങനെയാ? C2ലും അതുപോലെ തന്നെ 2 ഹൈഡ്രജനും ഒരു CH3. അപ്പൊ ആ C2ലുള്ള ആളിനെ ഞാൻ ഇങ്ങനെ തന്നെ വരച്ചു, CH H CH3. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മുകളിലത്തെ കേസ് നോക്കുമ്പോൾ എല്ലാം ഹൈഡ്രജൻ ആണ്. ആരുടെ? ഈഥൈന്റെ കേസിൽ. പക്ഷെ നമുക്ക് ബ്യൂട്ടൈന്റെ കേസിൽ വരുന്ന സമയത്ത് അവിടെ ഒരു CH3 ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് കറക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത്, ക്ലിയർ, ആ ഒരു ആൾക്കാരുടെ അറേഞ്ച്മെന്റ്സും പരിപാടികളും എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. ഇനി നമ്മൾ എഗെയിൻ നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈഥൈൻ മോളിക്യൂളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 60 ഡിഗ്രി തിരിച്ചു നോക്കാം. 60 ഡിഗ്രി തിരിക്കുക എന്ന് പറഞ്ഞാൽ ആര് തിരിക്കും? നമ്മൾ
നമ്മളുടെ ഈ C1ഉം C2ഉം തമ്മിലുള്ള സിംഗിൾ ബോണ്ടിനെ തിരിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ തിരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാല് ഒരു കാർബൺ ആറ്റത്തിനെ സ്റ്റേഷനറി ആക്കി നിർത്തിയിട്ട് മറ്റേ കാർബൺ ആറ്റത്തിനെ വേണം തിരിക്കണമെങ്കിൽ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഞാനിവിടെ ഫ്രണ്ടിലുള്ള കാർബണിനെ ഞാൻ സ്റ്റേഷനറി ആക്കി നിർത്തി. ക്ലിയർ? അതിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. ബാക്കിലുള്ള കാർബണിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? തിരിക്കുന്നത്. അപ്പൊ ബാക്കിലുള്ള കാർബണിന് ഒരു 60 ഡിഗ്രി തിരിക്കുക എന്ന് പറഞ്ഞാല് സോറി, ഇയാള് ഇവിടെ എത്തും. അത് പറഞ്ഞാൽ നമ്മുടെ ഈ കാർബൺ 60 ഡിഗ്രി തിരിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെയുള്ള കാർബൺ 60 ഡിഗ്രി തിരിയുന്നു. ഇവിടെയുള്ള കാർബൺ 60 ഡിഗ്രി തിരിയുന്നു. അപ്പൊ ഇവിടെയുള്ള കാർബൺ ഹൈഡ്രജൻ സോറി ഇവിടെ എത്തുന്നു. ഇവിടെയുള്ള ഹൈഡ്രജൻ ഇവിടെ എത്തുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഈ ആൾക്കാർ ഇപ്പൊ നോക്കുന്ന സമയത്ത് എന്താണ് ഹൈഡ്രജൻ നമ്മള് തുടക്കത്തില് ഒരു ഹൈഡ്രജന്റെ ബാക്കിലാണ് മറ്റേ ഹൈഡ്രജൻ നിന്നത്. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ് ഒരു ഹൈഡ്രജനിൽ നിന്നും ഒരു 60 ഡിഗ്രി മാറിയിട്ടാണ് നമ്മുടെ ബാക്കിലുള്ള ഹൈഡ്രജൻ നിൽക്കുന്നത്. അത് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഒരു 60 ഡിഗ്രിയുടെ ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കാർബണിനെയാണ്. മറ്റേ കാർബണിനെ നമ്മളവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹൈഡ്രജന്റെ ബാക്കിൽ തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ ഹൈഡ്രജൻ നിൽക്കുക. ലൈക്ക് രണ്ടാമത്തെ കാർബണിലുള്ള ഹൈഡ്രജൻ നിൽക്കുക. അപ്പൊ ആ രണ്ട് ഹൈഡ്രജനും എങ്ങനെയാണ് ഒരേപോലെ തന്നെയായിരിക്കും നമുക്ക് കാണുക. ഒരേ സൈഡ് തന്നെയാണ് കാണുക. അങ്ങനെയുള്ള മീൻസ് അങ്ങനെയുള്ള ആ ഒരു കൺഫർമേഷനെ പറയുന്ന പേരാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. ഇനി നമ്മൾ ഈ ഒരു 60 ഡിഗ്രി തിരിച്ച സമയത്ത് എന്തായി? 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത സമയത്ത് ബാക്കിലുള്ള ഹൈഡ്രജൻ എന്തായി? 60 ഡിഗ്രി ഒരു സൈഡിൽ നിന്ന് നോക്കുക. അപ്പൊ നമുക്ക് എല്ലാ ഹൈഡ്രജനും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ? പക്ഷെ എക്ലിപ്സിൽ നമ്മൾ നേരെ നോക്കുകയാണ് പറഞ്ഞാൽ നമുക്ക് ആകെ 3 ഹൈഡ്രജൻ, ഫ്രണ്ടിലുള്ള 3 ഹൈഡ്രജനെ കാണാൻ പറ്റുള്ളൂ. ബാക്കിലുള്ള 3 ഹൈഡ്രജൻ എങ്ങനെയാണ്? അതിന്റെ ബാക്കിൽ മറന്നു നിൽക്കുന്നുണ്ടാവും. ക്ലിയർ? ഇനി അത് നമ്മളൊരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു പറഞ്ഞാൽ എന്തായി? 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ബാക്കിലുള്ള ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കൺഫർമേഷൻ, പുതിയൊരു കൺഫർമേഷൻ വന്നു. ആ കൺഫർമേഷനെ പറയുന്ന പേരാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. സ്റ്റാഗേർഡ് കൺഫർമേഷൻ. ഇനി നമ്മൾ ജസ്റ്റ് മാത്തമാറ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിലും ഈ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ഈ ഒരു ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 120 ആയിരിക്കും. ആണല്ലോ? ഇത് 120, ഇത് 120, ഇത് 120. അപ്പൊ ഓൾ ടുഗദർ 360 ആണ്. ആണല്ലോ? ഇത് ടോട്ടൽ ആയിട്ട് 360 ആണെങ്കിൽ ഈ ഒരു ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ആയിരിക്കും. അല്ലെ? ഇതെന്ന് പറയുന്നത് നിയർലി 120 ആയിരിക്കും. അപ്പൊ ഈ ഒരു സംഭവം 120 ആവേണ്ടത് കൊണ്ട് നമുക്ക് ഈ ബാക്കിലുള്ള ഹൈഡ്രജനെ 60 ഡിഗ്രി തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായി? ഈ 120യുടെ മിഡിലേക്ക് കയറ്റിയിട്ട് വേണം ഹൈഡ്രജനെ വരയ്ക്കാൻ. അതാണ് സ്റ്റാഗേർഡ് ആയിട്ട് വരിക. മനസ്സിലാവുന്നുണ്ടല്ലോ? 60 ഡിഗ്രി എന്ന് പറയുന്നത് എങ്ങനെ ഇതിന്റെ സെന്ററിൽ വന്നു എന്ന് ചോദിക്കരുത് കേട്ടോ. ഇത് അതിന്റെ റൊട്ടേഷന്റെ ഒരു സംഭവമാണ്. ഇനി ഈ സെയിം സാധനത്തിന് തന്നെ ഞാൻ എഗെയിൻ ഒരു 60 ഡിഗ്രി റൊട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? എഗെയിൻ നമ്മുടെ ഹൈഡ്രജൻ, ഫ്രണ്ടിലുള്ള ഹൈഡ്രജൻ എങ്ങനെയാണ്? അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ബാക്കിലുള്ള ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഇയാള് ഇങ്ങോട്ടേക്ക് വരും, ഇയാൾ ഇങ്ങോട്ടേക്ക് വരും, ഇയാൾ ഇങ്ങോട്ട് വരും. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ വരും, ഇവിടെ ഹൈഡ്രജൻ വരും, ഇവിടെ ഹൈഡ്രജൻ വരും. നോക്കിക്കേ, ഈ ഫ്രണ്ടിലുള്ള ആളെന്ന് പറയുന്നത് ബാക്കിലുള്ള ആളും ഫസ്റ്റ് എടുത്തിട്ടുള്ള ഇയാളും സെയിം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ വരുന്ന സമയത്ത് ഇത് എഗെയിൻ എന്തായി? എക്ലിപ്സ്ഡ് ആയിട്ട് മാറി. അപ്പൊ എക്ലിപ്സ്ഡ് ആയിട്ട് മാറുന്നതിനനുസരിച്ച് അപ്പൊ ഇത് ഇനി എത്ര കൺഫർമേഷൻസ് ഉണ്ട്? എക്ലിപ്സ്ഡും ഉണ്ട്, സ്റ്റാഗേർഡും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? എക്ലിപ്സ്ഡും ഉണ്ട്, സ്റ്റാഗേർഡും ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ബ്യൂട്ടൈന്റെ കേസിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇതേപോലെ 60 ഡിഗ്രി വെച്ച് തിരിക്കാം. അപ്പൊ 60 ഡിഗ്രി തിരിച്ച എന്താവും? ബാക്കിലുള്ള CH3 എങ്ങനെ വരും? ഇവിടെ വരും. അപ്പൊ രണ്ടുപേരും ഈ CH3യും ഈ CH3യും എന്തായി? ഒരു ഇതായി. ഇനി വീണ്ടും 60 ഡിഗ്രി തിരിച്ചെന്താവും? ഇവിടെയുള്ള CH3 എന്ത് ചെയ്യും? ഇവിടെ വരും. അപ്പൊ അത് വീണ്ടും വേറൊരു കൺഫർമേഷൻ ആയി. ഇനി വീണ്ടും തിരിച്ചാലോ? ഈ CH3 അഗൈൻ ഇവിടെ വരും, ഇങ്ങനെ ഓപ്പോസിറ്റ് വരും. ദെൻ വീണ്ടും തിരിച്ചാലോ? അത് വീണ്ടും ഇവിടെ വരും. ദെൻ വീണ്ടും തിരിച്ചാലോ? ഇവിടെ വരും. ദെൻ ഫൈനലി വീണ്ടും തിരിച്ചാൽ അത് വീണ്ടും പഴയ ആ ഒരു സ്റ്റേജിലേക്ക് എത്തും. അപ്പൊ അത്രയും കൺഫർമേഷൻസ് നമുക്ക് എന്തുണ്ട്? അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ഇതിനുള്ള ഓരോ കൺഫർമേഷന്റെ പേരും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓരോ കൺഫർമേഷനും എന്താ സംഭവം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു സാധനങ്ങൾ എന്താണെന്നുള്ളത് എന്താ പറയാ
ക്ലീൻ ആയിട്ട് നമുക്ക് നോക്കണം. പിന്നെ അതിന് സ്റ്റെബിലിറ്റി വരുന്നത് എങ്ങനെയാണ്, അതിന്റെ കൺഫർമേഷൻസും കാര്യങ്ങളും എങ്ങനെയാണ് പോകുന്നത്, മീൻസ് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അത് ഏത് കൺഫർമേഷനിലാണ് നിൽക്കേണ്ടത്, അങ്ങനെയുള്ള പല 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 കാര്യങ്ങളും നമുക്ക് ഇതിന് പഠിക്കാനുണ്ട്. അപ്പൊ ആ ഒരു ഭാഗമാണ് ശരിക്കും സ്റ്റീരിയോ കെമിസ്ട്രിയിൽ ഒരു പാർട്ടായിട്ട് വരുന്നത്. പിന്നെ വരുന്ന രണ്ടാമത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ശരിക്കും കോൺഫിഗറേഷൻ ആണ്. അപ്പൊ നമുക്ക് അതിൽ RS റൊട്ടേഷൻ പഠിക്കുന്നുണ്ട്. ഒരു കോമ്പൗണ്ട് തന്നിട്ട് നമ്മൾ അത് ആണോ ആണോ എന്നുള്ളത് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റിയാക്ഷൻ മെക്കാനിസം വരുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു ന്യൂമാൻ പ്രൊജക്ഷൻ വഴി നമുക്ക് എങ്ങനെ റിയാക്ഷൻ ചെയ്തിട്ട് അതിന്റെ ഫൈനൽ സ്റ്റീരിയോ കെമിസ്ട്രിയിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ഒരു മെത്തേഡ് നമ്മൾ ഇതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബേസിക്കലി ഒരു സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്നത് ഇങ്ങനെ. പിന്നെ ഈ സ്റ്റീരിയോ കെമിസ്ട്രി മാറുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഓരോ എന്താ പറയുക സ്പെക്ട്രോസ്കോപ്പി NMR-ലും അതുപോലെ തന്നെ IR-ലൊക്കെ എന്തെന്തൊക്കെ വേരിയേഷൻസ് ആണ് വരുന്നത് സ്റ്റീരിയോ കെമിസ്ട്രി മാറുന്നതിനനുസരിച്ചിട്ടുള്ളത്, അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഇതില്. അപ്പൊ ബേസിക്കലി നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പൊ ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ. ഇനി ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ അറിയോ, ഹൗ മെനി മീൻസ് ഏത് ഗേറ്റിനാണ് തോന്നുന്നു ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി കൺഫോമേഴ്സ് പോസിബിൾ ഫോർ ഈഥെയിൻ മോളിക്യൂൾ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ ഈഥെയിൻ മോളിക്യൂൾ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ഈഥെയിൻ മോളിക്യൂൾ ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി ഗേറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൗ മെനി കൺഫോമേഴ്സ് how many conformers possible for the ethane molecule. CH3 molecule. എന്നിട്ട് അവര് ഓപ്ഷൻ തന്നിരിക്കുന്നതാണ് A1, B2, സോറി B0, C∞, T2. അപ്പോ ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ നോർമലി നോക്കുമ്പോൾ ഈഥൈന്റെ മോളിക്യൂളിൽ എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആക്ച്വലി ആൻസർ വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് D ആണ്. മീൻസ് മിക്ക ആൾക്കാർ എഴുതിയത്. പക്ഷേ ആൻസർ D അല്ല, ആൻസർ C ആണ്. കാരണം ഇൻഫൈനൈറ്റ് കൺഫർമേഷൻസ് ആണ്. കാരണം നമുക്ക് ഈ ഒരു മോളിക്യൂള് ഇത് ഒരു തവണ ചോദിച്ചിട്ട് കുറെ പേര് അത് ഭയങ്കര കൺഫ്യൂസ് ആയിട്ട് തെറ്റിച്ചു പോയതാണ്. ഈ എക്ലിപ്സ്ഡ് ആയിട്ടുള്ള സാധനം നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്ലിപ്സ്ഡ് ആയിട്ടുള്ള സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യണം, 60 ഡിഗ്രി വരച്ചപ്പോഴാണ് അത് റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് എന്തായി മാറിയിരിക്കുന്നത്, സ്റ്റാഗേർഡ് ആയിട്ട് മാറിയിരിക്കുന്നത്. പക്ഷേ വേണമെങ്കിൽ നമുക്ക് ഈ 60 ഡിഗ്രിക്ക് പകരം 0.5 ഡിഗ്രി തിരിക്കാം, 0.1 ഡിഗ്രി തിരിക്കാം, 0.2 ഡിഗ്രി, 0.3 ഡിഗ്രി, അങ്ങനെ 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 നമുക്ക് 1 ഡിഗ്രി ആവും, പിന്നെ 2 ഡിഗ്രി ആവും, പിന്നെ 3 ഡിഗ്രി ആവും, പിന്നെ 10 ഡിഗ്രി ആവും. അങ്ങനെ അങ്ങനെയാണ് 60 ഡിഗ്രി ആവുന്നത്. അങ്ങനെ 60 ഡിഗ്രി ആയാൽ മാത്രമേ അത് സ്റ്റാഗേർഡ് ആയിട്ട് മാറുന്നുള്ളൂ. അപ്പൊ എക്ലിപ്സ്ഡിന്റെയും സ്റ്റാഗേർഡിന്റെയും ഇടയിൽ കുറെ കൺഫർമേഷൻസ് ഉണ്ട്. ആ കുറെ കൺഫർമേഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. കാരണം നമുക്ക് റിയാക്ഷൻ മെക്കാനിസത്തിന്റെയും ഇല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷന് അത്രയും കൺഫർമേഷൻസിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ അതിന് വേണ്ട ബേസിക് ആയിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കൺഫർമേഷൻസിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മൾ അതിന് എന്ത് ചെയ്തു കൺസോൾഡേറ്റ് ചെയ്തിട്ട് നമ്മൾ അത് പേരിട്ടിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ എത്ര കൺഫർമേഷൻസ് പോസിബിൾ ആണ് എന്ന് ചോദിച്ചാൽ അത് ഇൻഫൈനൈറ്റ് ആണ്. അവിടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് കൺഫർമേഷൻസ് അവിടെ പോസിബിൾ ആണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും ആണ്. അപ്പൊ രണ്ടേ കോൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ രണ്ട് ടിക്ക് ചെയ്തു. ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ട് രണ്ട് ടിക്ക്. പക്ഷെ ആൻസർ കീ വരുമ്പോഴാണ് അത് ഇൻഫൈനൈറ്റ് ആണെന്നുള്ളത് സംഭവം മനസ്സിലായി. ഇത് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും CSIR-ന് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നതും ഇങ്ങനെ തന്നെയായിരിക്കും. കാരണം ഇതിൽ നിന്ന് നിങ്ങൾ രണ്ടെണ്ണം പഠിച്ചിട്ട് പോയ ആൾക്കാർക്ക് ഓപ്ഷൻ വരുന്നതിൽ ഇൻഫിനൈറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള സാധനം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലോട്ട് എത്തുള്ളൂ. അപ്പം ഇത്രയുമാണ് നിങ്ങൾക്ക് ജനറലി ഒരു ഓർഗാനിക് പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് അറിയേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഓർഗാനിക്കിന്റെ സാധനത്തിൽ ഇല്ലെങ്കിൽ ഓർഗാനിക്കിന്റെ ക്വസ്റ്റ്യൻസിന് നമ്മൾ ഓപ്ഷൻസിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ 4 ഓപ്ഷനിൽ നിന്നും ഒരു ഓപ്ഷന് ചൂസ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പകരം ചെയ്യുന്നത് റിമൈനിങ് ഉള്ള 3 ആൾക്കാരെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ 3 ആൾക്കാരെ എലിമിനേറ്റ് ചെയ്തിട്ട് വേണം ഫസ്റ്റ് ആൻസറിലേക്ക് എത്താൻ. കാരണം ബാക്കിയുള്ള ഫിസിക്കലും ഇൻഓർഗാനിക്കിന്റെ കേസിൽ ചിലപ്പോൾ അത് ഡിഫറെന്റ് ആയിരിക്കും. അവർ നിങ്ങൾ ആൻസർ ചെയ്തിട്ട് ആൻസർ അതിലുണ്ടാവും, നിങ്ങൾക്ക് അത് കിട്ടിക്കുക. പക്ഷെ ഓർഗാനിക്കിന്റെ കേസിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾ വരുന്ന ആൻസർ എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ആൻസർ അതിലുണ്ടാവും, ചിലപ്പോൾ ആൻസർ കീ വരുമ്പോൾ സമയത്ത് അതേ ആയിരിക്കില്ല അതിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ നമ്മൾ എപ്പോഴും
കൂടെയുള്ള ആൾക്കാരിനെ എലിമിനേറ്റ് ചെയ്ത് കളയലാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഓർഗാനിക്കിന്. റിമൈനിങ് വരുന്ന ആളായിരിക്കും അതിന് ആൻസർ ആയിട്ട് വരിക. ആ ആൻസർ ഫുള്ളായിട്ട് ശരിയാണ് എന്ന് നമുക്ക് ഇതാക്കാനും പറ്റില്ല. കാരണം ചില എക്സെപ്ഷണൽ സാധനങ്ങൾ അതിൽ കയറി വന്നാൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല. പക്ഷെ നമുക്കറിയാവുന്ന ഇൻഫർമേഷൻസും നമ്മൾക്കറിയാവുന്ന പല കണ്ടന്റുകളും പല ഐഡിയാസും വെച്ചിട്ട് നമ്മളായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ആൻസർ, അത് മിക്കവാറും ഒരു 95% അത് ശരിയാവാനാണ് ചാൻസ്. വളരെ റെയർ ആയിട്ട്, വളരെ എന്താ പറയുക, റെയർ ആയിട്ട് വരുന്ന ചില എക്സെപ്ഷൻസുകൾ ഉണ്ടാവും. ആ എക്സെപ്ഷനുകൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റിന്റെ ആൻസർ തെറ്റാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കുന്നതിന് പകരം ബാക്കി മൂന്ന് മൂന്ന് ആൻസർ എന്തുകൊണ്ടല്ല എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതിൽ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഓപ്ഷൻ നിന്ന് നോക്കിയേ, ഹൗ മെനി കൺഫർമേഷൻ പോസിബിൾ ഫോർ ഈതൈൻ മോളിക്യൂൾ. അപ്പൊ ഈതൈൻ മോളി ഇത് ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം. അപ്പൊ ഈതൈൻ മോളിക്യൂളിന്റെ കേസിൽ എന്തായാലും ഒന്നല്ല കൺഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എക്ലിപ്സിലും സ്റ്റാഗേർഡും ഉണ്ട്. അപ്പൊ ഒന്നല്ല, സീറോ ഒരിക്കലും ഇല്ല. കാരണം ഇതിന് എന്തായാലും കൺഫർമേഷൻസ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്തു. അപ്പൊ നോക്കിക്കേ, 4 ഓപ്ഷനിൽ നിങ്ങൾ 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ 2 ക്യാൻസൽ ചെയ്തു പറഞ്ഞാൽ ആ ക്വസ്റ്റ്യന്റെ ആൻസർ ശരിയാവാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ദെൻ 50% ആണ്. കാരണം 2 എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു പറഞ്ഞാല് ദെൻ റിമൈനിങ് ഉള്ള 2 ഏതോ ഒന്നാണ് ശരി. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ ഈ 50% ശരിയാവാനുള്ള ചാൻസ് ആണ് നിങ്ങൾ പല ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈസി ആയിട്ട് 2 ക്വസ്റ്റ്യൻസിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. റിമൈനിങ് ഉള്ള 2 ഏതാണ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഉം, കാരണം ചില സമയത്ത് നമുക്ക് ലക്ക് ഭയങ്കരമായിട്ട്, ലക്ക് നിങ്ങൾക്ക് ഇതായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സാധനം ഈ 50%-ൽ അത് ശരിയാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ ലക്ക് മാത്രമല്ല, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഐഡിയാസും അത് എങ്ങനെ എത്തി എന്നുള്ള കാര്യം വരണം. അപ്പൊ ഇതാണ് ആക്ച്വലി ഒരു CSIR-ന്റെ ഒരു ഓർഗാനിക്കിന് അപ്രോച്ച് ചെയ്യേണ്ട ഒരു മെത്തേഡായിട്ട് ഞാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോ ഫൈനലി ഇൻഫിനിറ്റി ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ ഇതിൽ നോക്കിക്കേ, 2 ആൻസർ ടിക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പൊ നോക്കിക്കേ, അത് തെറ്റിപ്പോയി. അപ്പോഴും 50% തെറ്റാനുള്ള ചാൻസും 50% ശരിയാവാനുള്ള ചാൻസും ആണ്. പക്ഷെ നമുക്ക് ആ 2 നിന്നും ഇൻഫിനിറ്റി ആണ് എന്ന് ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യം അറിയണം. അത് എന്താണ് അവിടെ നടക്കുന്നത്, എന്തുകൊണ്ട് 60° തിരിച്ചു, എന്തുകൊണ്ട് 1° തിരിച്ചില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ചിന്തിച്ചു പോകണം. എന്നാൽ മാത്രം അത് ഇൻഫിനിറ്റി ആണെന്നുള്ളത് നമുക്ക് ക്ലിയർ, മീൻസ് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ? അപ്പൊ ഇതാണ് സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സാധനം. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി കാര്യമായിട്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കൂ. ഇത് നിങ്ങൾ ശരിക്കും ഡിഗ്രി പഠിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷേ ഡിഗ്രിയിൽ നിന്നും ഇതിൽ നിന്നും നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പുറത്ത് ഉം പുറത്തോട്ട് വരുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സമയത്ത് ആൻസർ ചെയ്യേണ്ട വരും. അപ്പൊ അതിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ നമുക്ക് നോക്കിയിട്ട് പോകേണ്ടി വരും. അപ്പം നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചോദിക്കാം. ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചാറ്റ് ചെയ്താൽ ഞാൻ ആക്ച്വലി അറിയില്ല കേട്ടോ. കാരണം സ്ക്രീൻ നമ്മൾ എഴുതുന്നത് കൊണ്ട് ആരൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ലേ. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും മീൻസ് സോറി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചോദിക്കാവുന്നതാണ്. ഓർഗാനിക്കിന്റെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിന്റെ ഒരു ബേസിക് ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. പ്രോബ്ലംസ് ഞാൻ ഒരുപാട് എടുത്ത് ചെയ്തിട്ടില്ല. കാരണം പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റ് ക്ലീൻ ആയിട്ട് അറിയണം. ആ ക്ലീൻ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ ഇത്. അപ്പൊ ഞാൻ ബേസിക് ആയിട്ട് എങ്ങനെയാണ് സ്റ്റീരിയോ കെമിസ്ട്രി അപ്രോച്ച് ചെയ്യുന്നത്, ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം.
താങ്ക് യു മേഘ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.